മോഹൻലാൽ ബിഗ് സ്ക്രീനിൽ സമീപകാലത്ത് ഏറ്റവും അധികം കൈയടി നേടിയ ഒരു ചിത്രം അദ്ദേഹം നായകനായി എത്തിയതായിരുന്നില്ല, മറിച്ച് അതിഥി താരമായി എത്തിയ ഒന്നായിരുന്നു. രജനീകാന്തിനെ നായകനാക്കിയ നെൽസൺ ദിലീപ് കുമാർ സംവിധാനം ചെയ്ത് 2023 പുറത്തെത്തിയ ജയിലർ ആയിരുന്നു അത്. അതിഥി വേഷം ആയിരുന്നുവെങ്കിലും മോഹൻലാലിന്റെ മാത്യു എന്ന കഥാപാത്രത്തിന് തിയേറ്ററുകളിൽ വലിയ വരവേൽപ്പാണ് ലഭിച്ചത്. മുംബൈ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന അധോലോക നേതാവായിരുന്നു ആ കഥാപാത്രം. പ്രധാന ലൊക്കേഷൻ ആയിരുന്നെങ്കിലും ചെന്നൈയിലും ജയിലറിന് ചിത്രീകരണം ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ ജയിലിന് പിന്നാലെ മറ്റൊരു സിനിമയുടെ ചിത്രീകരണത്തിന് മോഹൻലാൽ ചെന്നൈയിൽ എത്തുകയാണ്. മറ്റൊന്നുമല്ല, ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായ എമ്പുരാനാണ് അത്. യുഎസിൽ ചിത്രീകരണം പുരോഗമിച്ചിരുന്ന ചിത്രത്തിന്റെ അവിടുത്തെ ഷെഡ്യൂൾ പൂർത്തീകരിച്ചതായി പൃഥ്വിരാജ് അറിയിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ ഷെഡ്യൂൾ ആയിരുന്നു ഇത്. ചിത്രത്തിന്റെ അടുത്ത ഷെഡ്യൂൾ ചെന്നൈയിൽ ആയിരിക്കുമെന്നാണ് ട്രേഡ് അനലിസ്റ്റായ ശ്രീധർ പിള്ള അറിയിച്ചിരിക്കുന്നത്. യുഎസിലെ അവസാന ഷൂട്ടും കഴിഞ്ഞ വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ട് പൃഥ്വിരാജ് എത്തിയപ്പോൾ ഈ ചിത്രത്തിന്റെ ക്യാമറ കൈകാര്യം ചെയ്യുന്ന സുജിത് വാസുദേവ് അവസാന ഷോട്ട് എടുത്ത വീഡിയോയും പങ്കുവച്ചു. ഗംഭീരമായ ടെക്നിക്കൽ സപ്പോർട്ടോടുകൂടിയാണ് ചിത്രം ഷൂട്ട് ചെയ്തിരിക്കുന്നത്. കൂടാതെ മോസ്റ്റ് മോഡേൺ ടെക്നോളജിയും ക്യാമറയും ഒക്കെയാണ് ഈ ചിത്രത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് എന്ന റിപ്പോർട്ടുകൾ കൂടി വരികയാണ്. ചിത്രത്തിന്റെ ക്യാമറയൊക്കെ ഈ വീഡിയോയിൽ കാണാൻ കഴിയും. ഏറ്റവും ലേറ്റസ്റ്റ് ആയ ആരി അലക്സ LF ക്യാമറയാണ് ഈ ചിത്രത്തിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ക്യാമറ ഉപയോഗിച്ചിട്ടുള്ളത് ഹോളിവുഡ് സിനിമകളിലാണ്. ജോൺ വിക് 4, ഫാസ്റ്റ് എക്സ്, ജോക്കർ എന്നീ സിനിമകൾക്ക് വേണ്ടിയാണ് ഈ ക്യാമറ ഉപയോഗിച്ചിട്ടുള്ളത്. അതേ ക്യാമറ തന്നെയാണ് L2E എമ്പുരാന് വേണ്ടിയും പൃഥ്വിരാജ് ഉപയോഗിച്ചിരിക്കുന്നതും. ഇതിലാണ് സുജിത് വാസുദേവ് എന്ന ക്യാമറമാൻ ഷൂട്ട് ചെയ്തിരിക്കുന്നതും. ഇങ്ങനെ ചില ടെക്നിക്കൽ കാര്യങ്ങൾ കൂടി അറിയിച്ചുകൊണ്ട് പല സിനിമാ അനലിസ്റ്റുകളും സോഷ്യൽ മീഡിയയിൽ എത്തിയിട്ടുണ്ട്. മോസ്റ്റ് മോഡേൺ ടെക്നിക്കൽ സപ്പോർട്ടോടുകൂടിയ ചിത്രമാണ് അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്, അത് എമ്പുരാനാണ് തുടങ്ങിയ കാര്യങ്ങൾ. എന്തായാലും അടുത്തതായി ചിത്രത്തിന്റെ ഷെഡ്യൂൾ നടക്കാൻ പോകുന്നത് ചെന്നൈയിലാണ്. അതിനുശേഷം മറ്റൊരു ഷെഡ്യൂൾ കേരളത്തിൽ ഉണ്ടാകും എന്ന വിവരങ്ങൾ കൂടി വരികയാണ്. ഇത് തിരുവനന്തപുരത്തായിരിക്കുമെന്നും അറിയുന്നു. കേരളത്തിലേതാണോ ചെന്നൈയിലേതാണോ ആദ്യം നടക്കുക എന്ന കാര്യത്തിൽ ഔദ്യോഗിക പ്രതികരണം എത്തിയിട്ടില്ല. മലയാളത്തിൽ ഇതുവരെ ഉള്ളതിൽ ഏറ്റവും വലിയ ക്യാൻവാസിൽ ഒരുങ്ങുന്ന എമ്പുരാൻ 20ഓളം വിദേശ രാജ്യങ്ങളാണ് ചിത്രീകരിക്കുക. UK, US എന്നിവിടങ്ങൾക്കൊപ്പം റഷ്യയും ചിത്രത്തിന്റെ ഒരു പ്രധാന ലൊക്കേഷനാണ്. വലിയ മുതൽ മുടക്കിൽ എത്തുന്ന ഈ ബ്രഹ്മാണ്ഡ ചിത്രം ആശീർവാദ് സിനിമാസിനൊപ്പം തമിഴിലെ പ്രമുഖ ബാനറായ ലൈക്ക പ്രൊഡക്ഷൻസും ചേർന്നാണ് നിർമ്മിക്കുന്നത്. മലയാളത്തിന് പുറമെ ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളിലും ചിത്രം പ്രദർശനത്തിന് എത്തും. ചിത്രത്തിന്റെ ഓരോ അപ്ഡേഷനും വലിയ ആവേശത്തോടെയാണ് ആരാധകർ സ്വീകരിക്കുന്നത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയി വന്ന അപ്ഡേറ്റ് ആണ് എമ്പുരാന്റേതായി ഇതും.